നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം സംഘടനാപരമായ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യവും സംഘടനാപരമായ കാര്യവുമെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തൃശ്ശൂർ എത്തിച്ചേർന്നിട്ടുള്ളത്. വന്ന വഴികളിലെല്ലാം സംഘടനാപരമായ പരിശോധനയും പൊതുവായിട്ടുള്ള ക്യാമ്പയിനും പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFിൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ, അതിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറുന്ന പുതിയ ചിത്രം നമ്മൾ കാണുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യം മുതലേ മുന്നോട്ടേക്ക് വെച്ചത്. അതിലൊന്ന് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശരിയായ ദിശാബോധത്തോടുള്ള പ്രവർത്തനത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി വർഗീയ സംഘർഷങ്ങളും വർഗീയ സംഘടനകളും ഒന്നുമില്ലാത്ത ഒരു നാടായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇനിയും കേരളത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പൊതുബോധത്തെ മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ കേരളം ഉണ്ടാവില്ല എന്നുള്ള ക്യാമ്പയിൻ ഞങ്ങൾ നല്ലപോലെ ഉയർത്തിയിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. വികസനം ചർച്ച ചെയ്യാൻ UDFിനും BJPക്കും സാധിക്കുന്നില്ല എന്നുള്ളത് അവർ ചെന്നുപെട്ട ഗുരുതരമായ പ്രതിസന്ധിയാണ്. അതാണ് കാരണം ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ലോകത്തെ തന്നെ ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് UDFും അതിൻ്റെ ഭാഗമായ കോൺഗ്രസ് ഉൾപ്പെടെ. അത് രാഷ്ട്രീയ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല, ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ പിന്തുണ നൽകില്ല. നാഷണൽ ഹൈവേയുടെ കാര്യം അതാണ്, ഗേൽ പദ്ധതിയുടെ കാര്യം അതാണ്, കുടംകുളത്തിൽ നിന്നുള്ള വൈദ്യുതി ലൈൻ ഇങ്ങോട്ടേക്ക് കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത് വഴിക്ക് വെച്ച് അവസാനിപ്പിക്കുമ്പോഴും അത് തന്നെയാണ് അവർ പറഞ്ഞത്. അതിനെ തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുവരുമ്പോഴും അതിനും ഞങ്ങളില്ല. ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങളുടെ പിന്തുണയില്ല. വയനാട്ടിലേക്ക് ഇരട്ട തുരങ്കമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഞങ്ങളില്ല. വിഴിഞ്ഞം പദ്ധതി വഴിക്ക് വെച്ച് കലാപം നടത്തിയിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഒരു വിമോചന സമരം നടത്തേണ്ടി വന്നാലും അതിനനുവദിക്കില്ല എന്നാണ്. വിഴിഞ്ഞം പോർട്ടിന് അനുവദിക്കില്ല എന്ന നിലപാടാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് വിശദീകരിക്കേണ്ടിയില്ല. എല്ലാ കാര്യവും നാഷണൽ ഹൈവേ പറ്റില്ല എന്നുള്ള നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ സമരം നടത്തിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തളിപ്പറമ്പ് ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞു വയൽക്കിളികൾ, അതിന് ബംഗാളിൽ നിന്നാണ് മണ്ണ് കൊണ്ടുവന്നത്. എന്നിട്ട് കോൺഗ്രസും BJPയും പറഞ്ഞു ഒരു തരത്തിലും നാഷണൽ ഹൈവേയെ അനുവദിക്കുന്നു. DM പ്രധാനൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഒരു തരത്തിലും അനുവദിക്കുന്നു. എന്നിട്ട് ഇപ്പോഴെന്താ സംഭവം? നാഷണൽ ഹൈവേ ഏതാണ്ട് റീച്ചായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. അത് വളരെ വേഗം പൂർത്തിയാകുകയും ചെയ്യും. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് നാഷണൽ ഹൈവേ 66 കടന്നു വരുന്നത്. അത് മഹാരാഷ്ട്രയിൽ നിന്നാണ് തുടങ്ങുന്നത്, പനവേലിൽ. പിന്നെ രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്, മൂന്നാമത്തത് കർണാടകമാണ്, നാലാമത്തത് കേരളമാണ്, അഞ്ചാമത്തത് തമിഴ്നാടാണ്. ഈ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന നാഷണൽ ഹൈവേ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കാനാവില്ല, വേണ്ട, ഒഴിവാക്കി. 4 സംസ്ഥാനത്തോളം ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി പണം വാങ്ങിയിട്ടില്ല, പണം ചോദിച്ചിട്ടില്ല.